നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യാൻ സ്ത്രീകൾ ഭയപ്പെടുന്ന കാലമാണ്. കാരണം KSRTC ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും വെച്ച് യുവതികൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്ന സംഭവങ്ങൾ പതിവാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഏറ്റവും ഒടുവിൽ KSRTC ബസ്സിൽ വെച്ചൊരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കേസിൽ തൊടുപുഴ സ്വദേശി ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംമുകള സ്വദേശിനിയെ ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ വെച്ച് ശല്യം ചെയ്തെന്നാണ് പരാതി. യുവതിയുടെ അടുത്ത സീറ്റിൽ നിന്ന് ശല്യം ചെയ്തെന്ന് പരാതി നൽകിയതിനെ തുടർന്ന് ഫൈസലിനെ അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരിയിൽ നിന്നും സിദ്ദിഖ് ചേരുന്നുണ്ട്. സിദ്ദിഖ്, ഇത്തരം സംഭവങ്ങൾ പല ദിവസങ്ങളിലും പലയിടങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ താമരശ്ശേരിയിൽ വെച്ച് KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. അവിടെ വെച്ച് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയോ? ടോം, ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 12 മണിയോടെയാണ് ഈ ബസ്, അതായത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ്. ഏകദേശം 12 മണിയോടെ ഈ ബസ് താമരശ്ശേരി എത്തിയ സമയത്താണ് ഇവിടെ നേരത്തെ പോലീസിനെ അറിയിച്ചത്. കാരണം അതിന്റെ മുന്നേ തന്നെ യാത്രയിൽ ഈ ചുരം ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ പല തവണയായി ഈ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുന്നായി തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഈ ബസ്സിൽ നിന്ന് പ്രതിയെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയുമായി ചെയ്തിരുന്നത്. തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും അടുത്തിടെയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഇത്തരത്തിൽ താമരശ്ശേരിയിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടാവുക. എന്നാൽ യുവതി പരാതി നൽകാത്തതിനാൽ തൽക്കാലം പോലീസ് ഈ യുവാവിനെ താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഇതേപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അടുത്തിടെയായി പല സംഭവങ്ങൾ ഈ പ്രത്യേകിച്ച് പൊതു ഗതാഗത സംവിധാനമായ KSRTCയിൽ പോലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഖേദകരമായ ഒരു കാര്യം. ടോം, ഈ താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു ലൈംഗിക അതിക്രമം ബസ്സിൽ വെച്ച് ഉണ്ടായെന്ന് സിദ്ദിഖ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അത് അന്ന് ഈ യുവതിക്ക് പരാതിയില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിട്ടയച്ചു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് പോകാറില്ല. ഒരുപക്ഷെ ഈ കേസും മറ്റ് നടപടിക്രമങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആകാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നാണക്കേട് ഭയന്നാകാം. പക്ഷേ ഈ പോലീസ് ഇത്തരം കേസുകളിൽ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ സിദ്ദിഖ്? ഈ താമരശ്ശേരി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ യുവതിക്ക് പരാതിയില്ലെങ്കിലും പോലീസ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാതിരുന്നത്? ഇത്തരം വിഷയങ്ങളിൽ പരാതിക്കാരി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലീസിന് നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം കേസെടുക്കാൻ പ്രയാസമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിന് സാക്ഷികളായിട്ടും അതുപോലെ പരാതിക്കാരും കോടതിയുടെ നിയമപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരു ചില പ്രശ്നമുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമ സംവിധാനത്തിലുള്ള കുറേയേറെ പരിമിതികൾ. കാരണം പരാതി നൽകുകയാണെങ്കിൽ തന്നെ എത്രയോ മണിക്കൂറുകൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴി കൊടുക്കുകയും മറ്റും ചെയ്യേണ്ട ഒരു സാഹചര്യം. പിന്നീട് പലതവണ കോടതിയിലും മറ്റും ഇവർ പോയിപ്പോ പ്രത്യേകിച്ച് പരാതിക്കാർ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ മാത്രം സാക്ഷി പറയാൻ വേണ്ടി മാത്രം കോടതിയിൽ ഹാജരാവേണ്ടതുള്ളൂ എന്നാണ് പറയാറുള്ളതെങ്കിലും പലപ്പോഴും പലതവണ കേസ് മാറ്റിവെക്കൽ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതി ഹാജരാവാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പലതവണ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഇത്തരം വിഷയങ്ങളിൽ പരാതിയും കേസും വാർത്തയും സോഷ്യൽ മീഡിയയും കാരണം ഇത് ഇവരുടെ കുടുംബത്തിനെ പോലും ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു സംശയം. ഇതൊക്കെയാണ് ഇത്തരം വിഷയങ്ങളിൽ പരാതി നൽകാൻ പൊതുവെ ഈ യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പിന്തിരിപ്പിക്കാറ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിൽ ഒരു സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കേട്ടോ, തീർച്ചയായും സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകളിൽ പരാതിയില്ലെങ്കിൽ പോലും പോലീസ് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ ഇന്നലെ രാത്രിയിലുണ്ടായ കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ സംഭവം പരിശോധിക്കുമ്പോൾ അവിടെയും ഈ തൊട്ട് സമീപത്തിരുന്ന് യാത്ര ചെയ്യുന്ന യുവതിക്ക് നേരെയാണ് ഈ സഹയാത്രക്കാരൻ്റെ അതിക്രമം ഉണ്ടായത്, ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഈ ബസ്സിൽ വെച്ച് തന്നെ ഇവർ പരാതിപ്പെട്ടിരുന്നോ? KSRTC ജീവനക്കാരോട് പരാതിപ്പെട്ടിരുന്നോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ പിന്നീട് പോലീസിൽ പരാതി നൽകിയത്? സിദ്ദിഖ്, തീർച്ചയായും ഇവർ ബസ്സിൽ നിന്ന് തന്നെ പ്രതികരിക്കുകയും ബസ്സിലെ കണ്ടക്ടറോട് ഉൾപ്പെടെ ഈ വിവരം പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്
പോലീസിൽ വിവരം അറിയിക്കുന്നതും. അങ്ങനെ പോലീസ് താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം കാത്തു നിൽക്കുകയും അവിടെ ബസ് നിർത്തി ഈ പ്രതിയെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറെ നേരം ഇത്തരത്തിലുള്ള കടന്നാക്രമണം ഉണ്ടായി എന്നാണ് യുവതി പറയുന്നത്. ചില സമയങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രതികരിച്ചെങ്കിലും ഇയാൾ പിന്മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് ഈ യുവതി പറയുന്നത്. ഇത്തരത്തിൽ പൊതുയാത്രാ ഇടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്ന രീതിയിലുള്ള വളരെ കുറഞ്ഞ ഒരു വിഭാഗമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. സിദ്ദിഖ്, ഇപ്പോൾ ഈ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതേ രീതിയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നൊരു സ്വഭാവക്കാരനാണോ പിടിയിലായ ഫൈസൽ? അത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിനും ലഭിച്ചിട്ടില്ല. കാരണം ഇദ്ദേഹം ഇടുക്കി തൊടുപുഴ സ്വദേശിയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും ലഹരി പോലത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു യുവതിയോട് അതിക്രമം കാണിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചിരുന്നതായ അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്നതായ ഒരു സംശയമുണ്ട്. അത്തരത്തിൽ പോലീസ് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്തതായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്നത്തെ വിഷയത്തിൽ. എന്നാൽ യുവതിയെ അതിക്രമിച്ച വിഷയത്തിൽ പരാതി ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ നീങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ ഫൈസലിന്റെ മറ്റു ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ അത്തരത്തിൽ എന്തെങ്കിലും കേസുകളുടെ മറ്റോ ഉൾപ്പെട്ടതായ ഒരു സൂചനയില്ല. ബാംഗ്ലൂരിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതിയും ഇതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരുമിച്ചുള്ള ആ യാത്രക്കിടെ അങ്ങനെ പെരുമാറി എന്നാണ് യുവതി പറയുന്നത്. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ പോലീസും അന്വേഷിച്ചു വരികയാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എന്ന് സംബന്ധിച്ച FIR-ന്റെ കോപ്പി നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. സിദ്ദിഖാണ് താമരശ്ശേരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കോഴിക്കോട് താമരശ്ശേരിയിലാണ് KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ സഹയാത്രികന്റെ അതിക്രമമുണ്ടായത്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായി. കുടക് സ്വദേശി PS സലീം എന്ന സൽമാനാണ് ഒന്നാം പ്രതി. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ തുടങ്ങി വധശിക്ഷ വരെയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? ഉടൻ തന്നെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമോ? ടോമെ, തീർച്ചയായും 42 ശാസ്ത്രീയ തെളിവുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം 67 സാക്ഷികളെയും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇയാൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇയാളെ കൊണ്ടുവിട്ട ആ ആളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി. പിന്നീട് ഇയാൾ ഒരു കടയിൽ സിഗരറ്റ് വാങ്ങാനായി ഒരു കടയിൽ പോയിരുന്നു. ആ കടയുടമയും സാക്ഷിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷി, ഇയാൾ ഈ കുട്ടിയിൽ നിന്നും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിലായിരുന്നു വിൽപ്പന നടത്തിയത്. ഈ ജ്വല്ലറി ഉടമയും ഇതിൽ സാക്ഷിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ പ്രതിയുടെ മുടിയുടെയും ഒപ്പം രക്തത്തിന്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. അത്തരത്തിൽ 42 ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ 4 CCTV ദൃശ്യങ്ങളും ഈ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഏതായാലും 10 ദിവസത്തിനകം പ്രതിയെ പിടികൂടിയ പോലീസ് 35 ദിവസത്തിനകം തന്നെ കുറ്റപത്രം തയ്യാറാക്കി എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഈ കേസ് ഏതായാലും തുടക്കത്തിൽ യാതൊരു തുമ്പും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു കേസായിരുന്നു ഇത്. പിന്നീട് ഈ പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിന് 10 ദിവസത്തിനകം തന്നെ എത്താൻ കഴിഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചായിരുന്നു ഈ അന്വേഷണമൊക്കെ. ഏതായാലും ഈ പ്രതിക്കെതിരെ വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കാമാസക്തിക്കായി ഇത്തരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമം ചെയ്യൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കുറ്റപത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത ആഴ്ച തന്നെ കാസർഗോഡ് സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ NP ആസാദ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ NP ആസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ വിഷ്ണുപ്രിയ നമുക്ക് ഏറ്റവും വലിയ കേസായിരുന്നു കണ്ണൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതക കേസ്. ഇതിൽ ഒരു സാക്ഷികൾ പോലും ഇല്ലാത്തൊരു കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അതേ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ കേസിലും വളരെ പെട്ടെന്ന് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന
10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പുലർച്ചെ 3 മണിക്ക് തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒപ്പം ഈ കാതിൽ നിന്നും കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത ഒരു കേസാണ്. ഈ പ്രതി കുടക് സ്വദേശിയാണ്. ഈ പ്രതി ആദ്യം പോയത് കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. ഈ സുവൈബ എന്ന് പറയുന്ന സഹോദരിയും ഈ കേസിൽ 2ാം പ്രതിയാണ്. ഈ സ്വർണം വിൽക്കാൻ വേണ്ടി സഹായിച്ചു എന്ന കുറ്റത്തിനാണ് ഇവരെ 2ാം പ്രതിയാക്കിയത്. എന്തായാലും പോലീസ് അത്തരത്തിലെ എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിച്ച് കൃത്യമായ സാക്ഷിമൊഴികളോടുകൂടിയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രതിക്ക് നേരത്തെയും ഇത്തരത്തിൽ പോക്സോ കേസ് നിലവിലുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു 10ാം ക്ലാസ്സുകാരിയെ ആദൂർ വനത്തിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നൊരു കേസാണ്. അതും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ കാസർഗോഡ് സെഷൻസ് കോടതിയിൽ, അതായത് ഒന്ന് കോടതിയിലായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതി തെളിവെടുപ്പിനൊക്കെ എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു ഈ പ്രതിക്കെതിരെ നാട്ടിൽ ഈ പ്രദേശത്ത് ഉയർന്നു വന്നത്. ഏതായാലും പ്രതി പിടികൂടി ആന്ധ്രയിൽ നിന്നും അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ പിടികൂടി തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. മുഖംമൂടി വെച്ചായിരുന്നു അന്ന് ഈ പ്രതിയെ കൊണ്ടുവന്നത്. പിന്നീട് ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തായിരുന്നു ഈ പ്രതിയുടെ മുഖം വ്യക്തമായത്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. ഈ കേസിൽ ഏറ്റവും പ്രധാനം CCTV ദൃശ്യമായിരുന്നു. ആ CCTV ദൃശ്യവും ന്യൂസ് 18 ആദ്യം പുറത്തുവിടുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഈ പ്രതിയുടെ ഭാര്യയാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് ഇയാൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആദ്യം തലശ്ശേരിയിലേക്കും പിന്നീട് ബാംഗ്ലൂരിലേക്കും മഹാരാഷ്ട്രയിലേക്കും അതുപോലെ തന്നെ ആന്ധ്രയിലേക്കും രക്ഷപ്പെടുകയായിരുന്നു. ആന്ധ്രയിൽ നിന്നും ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളൊരു ഫോൺ കോൾ ആയിരുന്നു. ഇയാളുടെ ഒരു പെൺ സുഹൃത്തിന് ഇയാൾ ഫോൺ വിളി ഉണ്ടായിരുന്നു. ആ വിളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ ഈ പ്രതി പിടിയിലാകുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടം തന്നെയാണ്. അത്തരത്തിലുള്ള വളരെ മികച്ച ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തിയെന്ന് വേണം പറയാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ അതിവിദഗ്ധമായിട്ടുള്ള അന്വേഷണമാണ് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. അതോടൊപ്പം ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളും പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ബൈജു, നമുക്കറിയാം ഈ കേസിൽ അതിവേഗത്തിൽ തന്നെ പോലീസിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നുണ്ട്. വിചാരണയും അങ്ങനെയെങ്കിൽ അതിവേഗത്തിൽ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഇത്തരം കേസുകളിൽ, ഇതുപോലുള്ള സംഭവങ്ങളിൽ ഈ പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയില്ലെങ്കിൽ അത് സമൂഹത്തിന് മോശമായ ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ പ്രതി, ഈ പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ലൈംഗിക വൈകൃതം കാണിച്ചിരുന്ന കുട്ടികളെ പീഡിപ്പിച്ചിരുന്ന കേസിലെ പ്രതിയാണ്. അന്നൊന്നും നമ്മുടെ നിയമത്തിലെ ചില വീഴ്ചകളായിരുന്നു, പഴുതുകളായിരുന്നു പ്രതിക്ക് രക്ഷപ്പെടാൻ സഹായകമായത്. വീണ്ടും ഇത്തരം അതിക്രമവുമായി നമ്മുടെ നാട്ടിൽ ഭീതി പരത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സലീം എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും കോടതിയുടെയും ഭാഗത്തുനിന്ന് അതിവേഗത്തിലുള്ള നടപടി കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികളടക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ടോമെ, തീർച്ചയായും ഈ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിധി ഉണ്ടാകും. ആ രീതിയിലാണ് പോലീസിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം വീട്ടിൽ പോലും നമ്മുടെ പെൺകുട്ടികൾ, അതും 10 വയസ്സുകാരി സുരക്ഷിതയല്ല എന്നൊരു മെസ്സേജ്, അത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയായതും. ഈ പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്നും കിടന്നുറങ്ങുകയായിരുന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുക, അവരുടെ സ്വർണം കവരുക, പിന്നീട് ഈ പ്രതി രക്ഷപ്പെടുക, ഇത്തരത്തിൽ ഒരു സംഭവം ഇനി സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ, വധശിക്ഷ ഉൾപ്പെടെ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള കുറ്റപത്രം, വളരെ പഴുതടച്ചുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് തയ്യാറാക്കിയെന്ന് വേണം പറയാൻ. അതിനാണ് കസ്റ്റഡിയിൽ ഈ പ്രതിയെ, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇത്തരത്തിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തിയത്. കാരണം ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ചെറിയ പഴുതുകളുണ്ടെങ്കിൽ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രക്തത്തിന്റെയും അതുപോലെ തന്നെ മുടിയുടെയും ഈ പ്രതി കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി ശാസ്ത്രീയ ഈ DNA പരിശോധനാ ഫലം എടുത്തത്. ഇത്തരത്തിൽ 42 ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ സാക്ഷികളും വളരെ പ്രധാനമാണ്.
ഇയാൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം തിരിച്ചു പോകുന്നത് കണ്ട ഒരു സാക്ഷിയുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ട് പിന്നീടായി ഒരു കടയിലേക്ക് സിഗരറ്റ് വാങ്ങാൻ പോയതാണ്. അവിടുത്തെ കടയുടമയും ഇതിൽ സാക്ഷിയാണ്. പിന്നീട് ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ഇയാളൊരു അവിടെയുള്ള നാട്ടുകാരൻ ഒരു സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ്. അയാളും ഈ സാക്ഷിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷി നേരത്തെ പറഞ്ഞ പോലെ കൂത്തുപറമ്പ് ജ്വല്ലറിയിലെ ഈ ഉടമയാണ്. ഇയാൾ ഈ മോതിരം ഈ ജ്വല്ലറിയിലായിരുന്നു വിൽപ്പന നടത്തിയ. ആ മോതിരം അവിടെ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോയി മോതിരം കണ്ടെടുത്തിരുന്നു. ഈ ഉടമ ഇയാൾ തിരിച്ചറിഞ്ഞ് ചെയ്യുകയായിരുന്നു. ഏതായാലും ഇയാളുടെ സഹോദരി കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ട്. 2 പേർ മാത്രമാണ് ഈ കേസിലെ പ്രതി ഇപ്പൊ കുറ്റപത്രത്തിൽ പ്രതിയായുള്ളത്. അതൊന്ന് ഈ കുടക് സ്വദേശിയായ PA സലീമും ഒപ്പം ഈ സഹോദരി സുബൈബയാണ്. ഇവർ കൂത്തുപറമ്പിലാണ് താമസം. ഇവർ ആദ്യം ചെന്നത് ഈ സഹോദരിയുടെ അടുത്തേക്കാണ്. പിന്നീടാണ് ഇയാൾ ബാംഗ്ലൂരുവിലേക്കും മഹാരാഷ്ട്രയിലേക്കും പോകുന്നത്, ജോലി അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ അവിടെ ജോലി തരപ്പെടാത്തത് കൊണ്ട് പിന്നീടാണ് അയാൾ ആന്ധ്രയിലെത്തുന്നത്. നേരത്തെ ഇയാൾ ആന്ധ്രയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. പക്ഷെ അവിടെ ജോലി ഒഴിവുണ്ടായിരുന്നില്ല. പിന്നീട് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളൊരു ഫോൺ കോൾ നിർണായകമായത്. പിന്നീട് ഇയാളെ പിടികൂടുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചായിരുന്നു ഈ കേസിൽ പോലീസ് മുന്നോട്ട് പോയത്. അതായത് DIG നേരിട്ട് മേൽനോട്ടം വഹിച്ചൊരു കേസ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലായിരുന്നു. കാരണം ഈ പ്രതിയെ പിടികൂടുക എന്നത് യാതൊരു തെളിവും ഇതിൽ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഈ CCTV ദൃശ്യം പോലും വ്യക്തതയില്ലാത്തതായിരുന്നു. പക്ഷേ നമ്മൾ പുറത്തുവിട്ട ആ CCTV ദൃശ്യം കണ്ടാണ് ഈ പ്രതി ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ പ്രതിയുടെ ഭാര്യ ഈ പോലീസിനെ വിവരമറിയിക്കുന്നതും പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതും. ഏതായാലും വളരെ പഴുതടച്ചുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KB ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്ന. ഉടൻ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഈ പോക്സോ കേസുകൾ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെ ഈ പോക്സോ വകുപ്പുകൾ ചുമത്തുന്നത് വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അക്രമികൾക്കുള്ള, അതിക്രമം കാട്ടുന്നവർക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം ഇതിൽ നിന്നും ഈ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ പോലീസിൻ്റെ നടപടികളുണ്ടാകാം, കോടതിയിൽ നിന്നും ശിക്ഷാവിധി ഉണ്ടാകും. പക്ഷേ ഈ പോക്സോ വകുപ്പുകളെ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. കാരണം പോക്സോ കേസ് വ്യാജ പരാതികൾ നൽകുന്നു, വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു. ഇത്തരം സംഭവങ്ങളിൽ നിരപരാധികൾ പോലും കുടുങ്ങുന്നുണ്ട്. അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കരയിലുണ്ടായത്. 2021 കൊട്ടാരക്കരയിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ അത് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയെ കോടതി വെറുതെ വിട്ടൊരു വാർത്തയുണ്ട്. അതിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഒരാളോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വ്യാജ പോക്സോ പരാതികൾ നൽകുന്ന സംഭവങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ 2021 ഇത്തരമൊരു സംഭവം ഉണ്ടായ ഒരു വ്യാജ പോക്സോ കേസ്. ഇത്തരം പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വാളക സ്വദേശി ഹരികുമാറിനെ വെറുതെ വിട്ടത്. 2021 കേസിനാസ്പദമായ സംഭവം. വിദ്യാർത്ഥിനിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നും അശ്ലീലം കാട്ടിയെന്നുമായിരുന്നു ആരോപണം. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറുള്ള വ്യക്തിവിരോധം മൂലം കേസ് കെട്ടിച്ചമച്ചതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, ഇതുപോലുള്ള നിരവധി വ്യാജ പരാതികൾ ഈ സമീപകാലത്ത് ഉയർന്നു കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരാളുടെ വിരോധം തീർക്കാൻ വ്യാജ പോക്സോ പരാതി നൽകുന്നു. ഈ സംഭവത്തിൽ 2021 ഈ ഒരു കേസ്, ഈ ഒരു പരാതി വരുന്നത്. അതായത് 3 വർഷത്തോളം സംശയനിഴലിലായിരുന്ന, പ്രതിക്കൂട്ടിലായിരുന്ന ഹരികുമാറിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടത് വെറുതെ വിട്ടിട്ടുണ്ട്. എന്താണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്? ടോം, പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് കൊട്ടാരക്കര കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വാളകം സ്വദേശിയായ അമൽ ഭവനിൽ ഹരികുമാറിനെയാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 2021 ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ടോം,
വിദ്യാർത്ഥിനിയുടെ, അതായത് ഹരികുമാറിന്റെ തൊട്ടടുത്ത വീട്ടിലെ അതിജീവിതയായ വിദ്യാർത്ഥിനിയെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുകയും അതുപോലെ അശ്ലീലം കാട്ടുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയെ തുടർന്നാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തും കോടതിയിൽ എത്തുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറിനോടുള്ള വ്യക്തിവിരോധം മൂലമാണ് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചത് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. മതിയായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും കോടതിയിൽ സാധിച്ചില്ല എന്നാണ് നമുക്കറിയുന്നത്. ഈ പൊതുപ്രവർത്തകനും കോൺട്രാക്ടറുമായ ഹരികുമാറിനെ വ്യക്തിവിരോധത്താൽ വീട് കയറി ആക്രമിച്ചതിന് അതിജീവിതയുടെ ബന്ധുക്കൾക്കെതിരെ ഹരികുമാർ കൊട്ടാരക്കര പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിലുണ്ടായ വിരോധമാണ് അതിജീവിതയുടെ മാതാപിതാക്കൾ ഹരികുമാറിനെ മനഃപൂർവ്വം പോക്സോ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. തുടർന്ന് ഹരികുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിടുകയായിരുന്നു. ടോം പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഷൈൻ പ്രഭ, ജി ശശികുമാർ, നിമിത കൃഷ്ണൻ, അനഘ സജു, എം ബാലചന്ദ്രൻ എന്നിവരാണ് കോടതിയിൽ ഹാജരായത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തോളം ഒരു പോക്സോ കേസിൽ പ്രതി എന്ന രീതിയിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നു, സംശയം നിഴലിൽ നിൽക്കുന്നു. ഈ ഹരികുമാർ ഈ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുമോ? ഈ കേസിന് പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, നിലപാട് പുറത്തു വന്നിട്ടുണ്ടോ വിനീഷ്? ടോം, അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒരു പൊതുപ്രവർത്തകനാണ് ഈ ഹരികുമാർ. അതുപോലെ തന്നെ കോൺട്രാക്ടർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരു രീതിയിൽ നല്ല നിലയിൽ ജീവിച്ചു വന്നിരുന്ന ആളാണ്. ഈ ഒരു വ്യക്തിവിരോധത്തെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു കേസിൽ അകപ്പെടുന്നത്. വീടിന് സമീപത്ത് തന്നെയാണ്, തൊട്ടടുത്ത അയൽവാസികളാണ് ഈ തരത്തിൽ ഹരികുമാറിനെതിരെ പരാതി നൽകിയത്. ഈ അയൽത്തർക്കം മൂലമുണ്ടായ വ്യക്തിവിരോധമായിരുന്നു ഈ ഒരു പോക്സോ കേസിലേക്ക്, കെട്ടിച്ചമച്ചൊരു പോക്സോ കേസിലേക്ക് എത്തിയത്. ഇത് കോടതി ഇപ്പോൾ ഇതെല്ലാം കളവാണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഹാജരാക്കിയ പെൻഡ്രൈവിൽ ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ കെട്ടിച്ചമച്ചതാണെന്നും ഇതൊന്നും കേസുമായി ബന്ധമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഹരികുമാറിനെ കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. ടോം, അങ്ങനെയെങ്കിൽ വിനീഷ്, ഇത് ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു. പോലീസ് എന്തുകൊണ്ടാണ് ഇതൊന്നും വിശദമായി പരിശോധിക്കാതിരുന്നത്? ഈ വിധിയിൽ പോലീസിനെതിരെയും വിമർശനമുണ്ടോ? അന്വേഷണത്തിൽ പോലീസ് ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇത് കോടതി സൂക്ഷ്മമായിട്ട് തന്നെ ഇതെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു. അത് പ്രതിഭാഗം വാദിച്ചതിന്റെ പ്രധാന കാരണം ഈ അതിജീവിതയുടെ മാതാവ് ഈ ഹരികുമാറിന്റെ വീട്ടിലേക്ക് ഒരു കല്ലെടുത്ത് എറിയുകയും അങ്ങനെ ഈ ഒരു കല്ലെടുത്തെറിഞ്ഞ ഈ ഒരു ശബ്ദത്തിൽ ഈ ഹരികുമാർ വീടിന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അത് ഇവർ മറഞ്ഞു നിന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് കോടതി അവർ ഹാജരാക്കിയത്. പക്ഷേ ദൃശ്യങ്ങളെല്ലാം തന്നെ കേസുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയാണ് ഈ ഹരികുമാർ കുറ്റവിമുക്തനായത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. മഞ്ഞുമ്മൽ ബോയ്സ് കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകളും പറവ വിതരണ കമ്പനികളുടെ അക്കൗണ്ടുകളും മരവിപ്പിക്കും. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ നിയമോപദേശം ലഭിച്ചത്. സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ പരാതി നൽകിയിരുന്നു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് തന്നെയാണ് EDയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കോടികളുടെ ലാഭമുണ്ടാക്കി വലിയ ഹിറ്റ് സിനിമ എന്ന രീതിയിൽ പ്രതീതി സൃഷ്ടിച്ച് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയാണോ EDയുടെ കണ്ടെത്തലുള്ളത്? നിലവിൽ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനപ്പുറം എന്ത് നടപടിയായിരിക്കും ഇനി ED സ്വീകരിക്കാൻ പോവുക?
200 കോടി ക്ലബിൽ കടന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വിജയം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലായിക്കോട്ടെ, കന്നഡയിലായിക്കോട്ടെ, തെലുങ്കിലൊക്കെ മൊഴി മാറ്റാതെ തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ച് വലിയ വിജയം നേടിയിരുന്നു. ഇതൊരു വലിയൊരു ആഘോഷമായി തന്നെ മലയാളത്തിന് അഭിമാനമായൊക്കെ നമ്മൾ ഉയർത്തിക്കാട്ടിയ സിനിമ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഈ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു ചതിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം, ഈ മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ആദ്യം തുടങ്ങുന്നത് അരൂർ സ്വദേശിയായ സിറാജ് മരട് പോലീസിന് നൽകിയ ഒരു പരാതിയിലായിരുന്നു. അതിൽ പറയുന്നത് 7 കോടി രൂപ താൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നൽകി. അന്ന് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടത്, അതായത് ഈ പറവ ഫിലിംസ്, സൗബിൻ ഷാഹിറിന്റെ നിർമ്മാണത്തിലുള്ള കമ്പനിയാണ്. അദ്ദേഹവും മറ്റ് ഉള്ള നിർമ്മാതാക്കളും തന്നെ സമീപിച്ചിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 7 രൂപ മുടക്കിയാൽ സിനിമയുടെ ഈ മുടക്കിയ പണവും ഒപ്പം സിനിമയ്ക്ക് ലഭിക്കുന്ന ലാഭവും അയാൾക്ക് തിരികെ കിട്ടുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയത്. പക്ഷേ സിനിമ ഇത്ര വലിയ വിജയം നേടി 200 കോടി ക്ലബിലൊക്കെ കയറിയെന്ന് വാർത്ത വന്നിട്ടും ഈ പൈസ മുടക്കിയ വ്യക്തിക്ക് മുടക്കിയ പണം പോലും തിരികെ ലഭിക്കാതെ വന്നു. പിന്നീടാണ് മരട് പോലീസിന് പരാതി നൽകുന്നത്. പോലീസിന്റെ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, അതായത് ഈ പറവ ഫിലിംസ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും മുടക്കിയിട്ടില്ല. അതോടൊപ്പം ഈ സിറാജിൽ നിന്നും 7 കോടി രൂപ പണം വാങ്ങിയിട്ടുണ്ട്. അത് തിരികെ നൽകിയിട്ടില്ല. പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ലഭിച്ച ലാഭത്തിന്റെ 1 രൂപ പോലും ഇയാൾക്ക് തിരികെ നൽകുകയോ, അതോടൊപ്പം ഈ നിർമ്മാതാക്കൾ, അതായത് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന് പറയപ്പെടുന്നവർ 1 രൂപ പോലും ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടില്ല. ഈ സിറാജിനെ പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തതെന്നുള്ളൊരു റിപ്പോർട്ട് മരട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇത് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ഇത് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് ഇതിൽ ഒരു കള്ളപ്പണ പരാതി കൂടി സിറാജ് ഇഡിയിലേക്ക് എത്തുന്നത്. ഇഡി ഈ കേസുമായി മുന്നോട്ട് പോയി. ആദ്യം സൗബിൻ ഷാഹിറിനെയും പിന്നെ മറ്റൊരു നിർമ്മാതാവായ ഷോൺ ആന്റണിയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെയാണ് അന്വേഷണ സംഘത്തിന് പിന്നെ മനസ്സിലായത് ഇതിൽ ഒരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന്. അതായത് ഈ സിനിമയുടെ ലാഭമെന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന കണക്കുകളല്ല ശരിക്കുമുള്ളത്. അതിന്റെ പേരിൽ ഇവർ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് നടത്തിയത്. അതായത് വിദേശത്ത് ബിസിനസ് അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായും ഇവരുടെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന തുക അത് ഈ സിനിമയുടെ ലാഭമായി കണക്കാക്കി അത് ബിസിനസ്സുകളിലും മറ്റുമായി കള്ളപ്പണമായി നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു തന്ത്രം നടത്തുന്നത്. മറ്റൊരു കാര്യം, ഈ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ, അതായത് ഈ കോടി ക്ലബിൽ കയറിയ അല്ലെങ്കിൽ വലിയ ലാഭമുണ്ടാക്കിയ സിനിമയുടെ നിർമ്മാതാക്കളെല്ലാം തന്നെയും ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കിയെന്ന് കാണിക്കുകയും പകരം ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം അത് വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി ഇവർ ഈ സിനിമാ മേഖലയെ മറയാക്കി എന്നതുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇഡിയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. ഇതിനെ തുടർന്നാണ് സൗബിൻ ഷാഹിറിനെയും ഒപ്പം സിനിമയുടെ മാത്രമല്ലോ നവമി സംശയ നിഴലിലുള്ളത്. മറ്റ് ഈ സമീപകാലത്ത് നവമി സൂചിപ്പിച്ചതുപോലെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന ഓരോ സിനിമകളും അതിൻ്റെ ഈ ലാഭവും മറ്റ് കണക്കുകളും ഒക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതല്ലേ? അത്തരമൊരു നടപടിയിലേക്ക് ഇഡി കടക്കുന്നുണ്ടോ? ഉടൻ തന്നെ മറ്റ് സിനിമകളും അതിൻ്റെ കാര്യങ്ങളിലേക്കും ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കും ഇഡി കടക്കുന്നുണ്ടോ ഉടൻ തന്നെ? അന്വേഷണത്തിലേക്കും ഇഡി കടന്നു കഴിഞ്ഞു. മറ്റൊരു നിർമ്മാതാവിന്റെ രഹസ്യമൊഴി ഇഡിക്ക് ലഭിച്ചു. ഇഡിക്ക് ഒരു നിർമ്മാതാവ്, അത് ഏത് നിർമ്മാതാവാണെന്ന് പുറത്തുവിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഒരു നിർമ്മാതാവ് ഇത്തരത്തിൽ അയാളുടെ സിനിമയ്ക്കും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. അതായത് താൻ നൽകിയ പൈസയുടെ പകുതി പോലും തനിക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു പരാതിയുമായി ഇഡിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള രേഖകളടക്കം ഇഡിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് ഏത് സിനിമയെക്കുറിച്ചാണെന്നോ ഏത് നിർമ്മാതാവാണെന്നോ ഇഡി ഉദ്യോഗസ്ഥർ ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. അതീവ രഹസ്യമായി തന്നെ ഒരു നിർമ്മാതാവ് ഇഡി ഉദ്യോഗസ്ഥരെ സമീപിച്ചു
സമീപിച്ചിട്ടുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സിൽ സമാനമായി, അതായത് സിറാജിന് സംഭവിച്ചതിന് സമാനമായിട്ടുള്ള പറ്റിക്കൽ അല്ലെങ്കിൽ ഒരു വഞ്ചന മറ്റൊരു നിർമ്മാതാവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്റെ കേസ് കൂടി, അതായത് ഈ സിനിമയുമായി മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പരാതിയുണ്ട്, തന്നെയും ഇത്തരത്തിൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു പരാതിയുമായി ഇഡിയെ മറ്റൊരു നിർമ്മാതാവും സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ മേഖലയിൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഒട്ടനവധി സിനിമകളാണ് 100 കോടി ക്ലബ്ബുകളിലും അല്ലെങ്കിൽ വലിയ റെക്കോർഡൊക്കെ സ്വന്തമാക്കിയത്. ഈ സിനിമകളും ഒക്കെ ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഈ അന്വേഷണത്തിന്റെ തുടക്കം. 200 കോടി ക്ലബിൽ കയറിയെന്ന് വലിയ രീതിയിൽ ആഘോഷിച്ചപ്പെട്ട സിനിമയായിക്കോട്ടെ, പക്ഷേ ശരിക്കുമുള്ള കണക്ക് പ്രകാരം ഇവർ ഒരു കള്ളപ്പണം വെളുപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതെന്തായാലും ഇഡി പിടികൂടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ചെയ്യലിൽ സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കളോട് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ, കൂടുതൽ രേഖകൾ ഹാജരാക്കുവാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ മലയാള സിനിമ അല്ലെങ്കിൽ ഈ തിയേറ്ററുകളും സിനിമകളും ഒക്കെ കേന്ദ്രീകരിച്ച് നിലവിലെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത്, അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ സിറാജ് സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയും